കാലടി സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ വ്യാജ പ്രചാരണമെന്ന് SFI. വിസിയുടെ ശവസംസ്കാരം പ്രതീകാത്മകമായി നടത്തിയെന്ന വാർത്ത തെറ്റാണ്. നാടക വിഭാഗത്തിലെ കേടായ ലൈറ്റുകൾ പ്രതീകാത്മകമായി മരിച്ചതായി ചിത്രീകരിച്ച പ്രതിഷേധ നാടകം ഒരുക്കുകയാണ് ചെയ്തത്. തെറ്റായ വാർത്ത കണ്ട് മന്ത്രി PC വിശ്വനാഥ് കാര്യമറിയാതെ സംസാരിക്കുകയാണ് എന്നും SFI വ്യക്തമാക്കി. നിന്ദ്യമായ പ്രതിഷേധ രീതികൾ ശരിയല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ശവമടക്കി SFI നടത്തി. അതുപോലെ തന്നെ ഏതോ മന്ത്രി കൃത്യമായിട്ട് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയുന്നതായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല ഉണ്ടായത്. തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ അവരെ അറിയിക്കുകയാണ് ചെയ്തത്. ലൈറ്റുകളടക്കം തകരാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്നലെ നാടകം ചെയ്യാനുണ്ടായത്. ഇന്നലെ സിൻഡിക്കേറ്റ് മാർച്ചിന്റെ ഭാഗമായിട്ട് 1ാം വർഷ വിദ്യാർത്ഥികൾക്കടക്കം ഡിഗ്രി വിദ്യാർത്ഥികൾക്കടക്കം വലിയ മർദ്ദനങ്ങൾ പോലീസിന്റെ അടുത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എത്ര മർദ്ദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ എത്ര തല്ലി ഒതുക്കും. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, പ്രതീകാത്മക ശവസംസ്കാരം നടത്തി ജീവനോടെ സംസ്കരിച്ചു തുടങ്ങിയ വിമർശനങ്ങളൊക്കെയാണ് SFIക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത്. മന്ത്രിയടക്കം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ്, അങ്ങനെയല്ല ഉണ്ടായത്, അവാസ്തവമാണ് എന്നുള്ളതാണ് SFI വ്യക്തമാക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം? മാധു, കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഇന്ന് 25ാം ദിനമാണ്. അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത പരിഹരിക്കണം, അധ്യാപക നിയമനം, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അവരൊരു 18 ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധം നടക്കുന്നു. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലിക VC-യാണ് സിസ തോമസ്. അവരവിടെ എത്തിയിരുന്നു. അവർക്കെതിരെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം അവർ സന്ദർശക മാത്രമാണ്, അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്ന ആക്ഷേപം അവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ നടപടിയൊന്നുമില്ല തുടങ്ങിയ വിമർശനങ്ങളുണ്ട്. പക്ഷേ ഇതിനിടെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഭാഗമായി തിയേറ്റർ വിഭാഗം, അതായത് നാടക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. അപ്പോൾ ആ വിദ്യാർത്ഥികൾ പറയുന്നത്, ആ നാടക വിഭാഗത്തിൽ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ലൈറ്റുകൾ കേടാണ്. ആ ലൈറ്റുകൾ 1-2 ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകൾ ഒരു ശവമഞ്ചം പോലെ കൊണ്ടുവന്ന് ആ ലൈറ്റുകൾ മരണപ്പെട്ടതായി കാട്ടി ഒരു നാടകം അവതരിപ്പിച്ചു. എന്ന് വെച്ചാൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു നാടകം അവതരിപ്പിച്ചു. ആ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ ലൈറ്റുകൾക്ക് മുകളിൽ പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ആ കേടായ ലൈറ്റുകൾ മരിച്ചതായി പ്രതീകാത്മകമായി ചിത്രീകരിച്ചാണ് അങ്ങനെ ഒരു നാടകം അവതരിപ്പിച്ചത്. അത് പക്ഷേ VC-യുടെ ശവസംസ്കാരം പ്രതീകാത്മകമായി നടത്തി എന്ന് ചിത്രീകരിക്കുന്നു എന്താണ് SFI ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പ്രചാരണം സംഘടിപ്പിക്കുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇതിനകം ഇങ്ങനെ അധിക്ഷേപകരമായ ഒരു പ്രതിഷേധം നടത്തി എന്ന് കാട്ടി ഒരു പരാതി വരെ കൊടുത്തിട്ടുണ്ട്. മന്ത്രി PC വിശ്വനാഥും ഇന്ന് പറഞ്ഞത് നിന്ദ്യവും അപഹാസ്യവുമായ പ്രതിഷേധ രീതിയാണ്, CPM ഇടപെടണം എന്നൊക്കെ മന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. പത്രത്തിൽ ഇങ്ങനെ വാർത്ത കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇങ്ങനൊരു പ്രതികരണം നടത്തിയത്. SFI പക്ഷേ പറയുന്നത് ഇത്രയും ദിവസമായി സമരം നടത്തുന്നുണ്ട്, അവിടെ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു പ്രചാരണം, VC-ക്കെതിരെ പ്രതിഷേധമുണ്ട്, VC-ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രതിഷേധം നാടക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം ഒരു നാടകമായി അവതരിപ്പിച്ചു. അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള കേടായ ലൈറ്റുകൾ നാടകം അവതരിപ്പിക്കുമ്പോൾ വേദിയിൽ സെറ്റ് ചെയ്യേണ്ട ലൈറ്റുകൾ അവ കേടായിരിക്കുകയാണ്. അവ കൊണ്ടുവന്ന് അവിടെ ഒരുക്കി വെച്ച് സെറ്റ് ചെയ്ത് വെച്ച് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അത് VC-യുടെ പ്രതീകാത്മക ശവമഞ്ചം ഒരുക്കുകയല്ല ചെയ്തത്. അങ്ങനത്തെ പ്രചാരണം തെറ്റാണ്. അതിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ പിന്മാറുകയാണ് വേണ്ടത്. തെറ്റായ പത്രവാർത്ത കണ്ട് മന്ത്രി കാര്യമറിയാതെ സംസാരിക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ കുടിവെള്ളത്തിൽ പോലും മലിനമാണ്, കുടിവെള്ളം മലിനമാണെന്നടക്കം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമുണ്ട്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇടപെടലോ ചർച്ചയോ നടത്താതെ ഇത്തരം ചില തെറ്റായ വാർത്തകളുടെ പേരിലുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. അത് ശരിയല്ല. VC-ക്കെതിരെ, VC താൽക്കാലിക VC-യാണ്, അവർ ഇങ്ങോട്ടേക്ക് വല്ലപ്പോഴുമേ വരാറുള്ളൂ. പക്ഷേ ആ വിഷയത്തിൽ പ്രതിഷേധമുണ്ട്. അത് പക്ഷേ ഇങ്ങനെയല്ല പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായ പോലീസ് നടപടിയും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷേ ഈ നമുക്ക് കാണാൻ കഴിയുന്നത് ലൈറ്റുകൾ തന്നെയാണ്. അവിടെ മൃതദേഹം എന്ന നിലയ്ക്ക് വെച്ചിരിക്കുന്ന ലൈറ്റുകൾ തന്നെയാണ്. ബാനറുകളിലൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നത്? മാധു, ഈ വിവാദം വന്നതിന് പിന്നാലെ ഇവർ പ്രതിഷേധിച്ച്, അതായത് SFI ഈ വിശദീകരണം നൽകി. അതിന്റെ ഭാഗമായ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കി. ആ ദൃശ്യത്തിൽ ലൈറ്റുകൾ തന്നെയാണ് ഉള്ളത്. നാടക വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈറ്റുകൾ തന്നെയാണ്, അതായത് സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ തന്നെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ ആ വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സർവകലാശാല അധികൃതർക്കെതിരായ
മുദ്രാവാക്യങ്ങളും മറ്റുമാണ് എഴുതി വെച്ചിരുന്നത്. അത് പൊതുവായ ഒരു പ്രതിഷേധമാണ്. ആ SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം പൊതുവായ പ്രതിഷേധമാണ്. അതിൽ ഈ ആവശ്യങ്ങൾ അടക്കമുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരാമർശങ്ങളും വാർത്തകളും പ്രചരിക്കുന്നു എന്നാണ് SFI പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. അത് ലൈറ്റുകൾ തന്നെയാണ്. VCയുടെ പ്രതീകാത്മകമായ സംസ്കാരം നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ SFI നേരിടുന്നത്. അത് നിന്ദ്യമായ പ്രചാരണമാണ് എന്നുള്ളതാണ് SFI പറയുന്നത്. അതേസമയം നിന്ദ്യമായ പ്രതിഷേധ രീതികൾ ശരിയല്ല എന്നായിരുന്നു PC വിശ്വനാഥിന്റെ അടക്കം പ്രതികരണം. സജോ ദേവസിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.